Good afternoon. Good afternoon. Okay. ഞാനിങ്ങനെ ജോയിൻ ചെയ്യോ? 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? Okay. പറഞ്ഞോ. ആരെങ്കിലും ജോയിൻ, നിങ്ങൾ 3 പേര് ജോയിൻ ചെയ്യാറുണ്ടല്ലോ. പ്രതീക്ഷ ഉണ്ടാവാറുണ്ട്, അപർണയുണ്ട്, അശ്വിനി. ആരെങ്കിലും അവര് ജോയിൻ ചെയ്യുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ ആണ് പഠിച്ചോണ്ടിരുന്നേ? ഏതായിരുന്നു? Centralized medical gas system. ഓക്കെ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? അപ്പൊ നമ്മൾ എന്താ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അതിനകത്ത് പറഞ്ഞത്? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ എന്താ? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ Medical procedures used for medical procedure. മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന, ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അത് ഇസ് യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാ? ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഫോർ അനസ്തേഷ്യ, അനസ്തെറ്റിക് ആയിട്ട് അനസ്തേഷ്യക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ്. പല ഡിവൈസുകളും, മെഡിക്കൽ ഡിവൈസുകളും ഡ്രൈവ് ചെയ്യാനായിട്ട്, റൺ ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ഏരിയ ഇൻ ഹോസ്പിറ്റൽസ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യണേ അല്ലെ? അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. എവിടെയൊക്കെയായിരുന്നു? റിക്കവറി റൂം, റൂംസ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷണൽ ഏരിയാസ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്, ICU, ജനറൽ വാർഡ്സ്. ഇവിടെയൊക്കെ എന്താണ് ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പല ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ്. ഏതൊക്കെയായിരുന്നു നമ്മൾ മെഡിക്കൽ ഗ്യാസസ് നമുക്ക് പഠിക്കാനുള്ളത്? 7 എണ്ണം പറഞ്ഞേക്കുന്ന. ഏതൊക്കെയാ? medical air, oxygen, carbon dioxide, nitrogen, nitrous oxide, vacuum, compressed air അല്ലെ? അപ്പൊ അത്രയും ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. 7 എണ്ണം പഠിക്കാനുണ്ട്. അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മെഡിക്കൽ എയർ ആ പറഞ്ഞത്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഫോർ പേഷ്യന്റ് റെസ്പിറേഷൻ. അപ്പൊ ഈ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ ശരിക്കും ഒരു മിക്സർ ഓഫ് ഗ്യാസസ് ആണ്. പ്രൈമർലി കമ്പോസ്ഡ് ഓഫ് നൈട്രജനും, പിന്നെ ഏത് ഗ്യാസാ പറഞ്ഞത്? നൈട്രജനും ഓക്സിജനും ആൻഡ് ചെറിയ എമൗണ്ട് ആർഗണും ഉണ്ട്. അങ്ങനെ ഒരു മിക്സർ ഓഫ് ഗ്യാസസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. അത് ഇറ്റ് ഇസ് എ ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും, പാർട്ടിക്കിൾസ് ഫ്രീ ആയിരിക്കും, പിന്നെ നോ ഓയിൽ, പിന്നെ അത് ഓർഡേഴ്സ്, മണോ ഗന്ധോ ഇതൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ when the patient in ഓപ്പറേറ്റിംഗ് റൂമില് ഈ ഒരു മെഡിക്കൽ സർജൻ മെഡിക്കൽ എയർ കംപ്രസറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു കീപ് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. പേഷ്യന്റിന്റെ കംഫർട്ടബിലിറ്റിക്കും അതുപോലെ തന്നെ ബ്രീത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സർജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് പ്രധാനമായിട്ടും ഏതൊക്കെയാ ഉള്ളത്? ഏതൊക്കെ ഗ്യാസസ് ആണ്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ചെറിയ എമൗണ്ട് ആർഗനും ഉണ്ട്. അങ്ങനെ മിക്സർ ഓഫ് ഗ്യാസസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എയർ, ഒരു പ്യുവർ എയർ ആണ് മെഡിക്കൽ എയർ. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഓർക്കണം ഇൻഹലേഷൻ തെറാപ്പി. അത് ചോദിക്കും, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഹലേഷൻ തെറാപ്പി? ശ്വസന സംബന്ധമായിട്ട് വെന്റിലേറ്ററിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. Oxygen, a medical gas required in every healthcare setting and is issued for resuscitation and inhalation therapy. Resuscitation എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവനം. അതുപോലെ തന്നെ ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന ചികിത്സയ്ക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഏതാണ് ഈ ഓക്സിജൻ ഗ്യാസ് കൊടുക്കുന്നത്. And it can be used for medical condition. പിന്നെ നമ്മൾ പറഞ്ഞത് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞാണ് COPD. എന്താ എക്സ്പാൻഡഡ് ഫോം? Chronic obstructive pulmonary disease. Chronic obstructive pulmonary disease. COPDക്ക് പിന്നെ സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസിറ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്. ഇത്രയും സിറ്റുവേഷൻ, ഇത്രയും മെഡിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ ഓക്സിജൻ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഈ COPD എഴുതിയായിരുന്നോ? COPD എഴുതിയായിരുന്നു അല്ലെ? A group of lung disease that block airflow and make it difficult to breathe. ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇതാണ് ലങ് ഡിസീസ് ആണ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പിന്നെ രണ്ടാമത്തെ സൈനോസിസ് എഴുതിയില്ലേ? COPD എന്ന് പറഞ്ഞിട്ട് സൈനോസിസ് എഴുതി, COPD ഫുൾ ഫോം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതും ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. COPD, chronic obstructive pulmonary disease. COPD എന്ന് പറഞ്ഞാൽ a group of lung disease, a group of lung disease that block airflow and make it difficult to breathe. A group of lung disease that block airflow and make it difficult to breathe. ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസിനാണ് COPD എന്ന് പറയുന്നത്. അപ്പൊ എയർഫ്ലോ ഒക്കെ ബ്ലോക്ക് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇതാണ് COPD. ആ ഒരു കണ്ടീഷനാണ് COPD എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സൈനോസിസ്. സൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഓക്സിജന്റെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകുന്നത്, ബ്ലഡിലെ ഓക്സിജന്റെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് സൈനോസിസ്. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു കളർ, ബ്ലൂയിഷ് കളർ, നെയിലിന്റെ ആ കളറൊക്കെ മാറും, ലിപ്സിന് ചുണ്ടുകളുടെ കളറ്, നെയിൽ ബെഡ്സ്, ഇത് സ്കിന്നിന്റെ കളറൊക്കെ പതുക്കെ ഒരു ബ്ലൂയിഷ് കളർ പോലെയാവും അല്ലെ? അപ്പൊ അതെന്താ അതിന്റെ ഇതെന്ന് വെച്ചാൽ ബ്ലഡില് ഓക്സിജന്റെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അവർക്ക് ഓക്സിജൻ അല്ലേ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സൈനോസിസ്. പിന്നെ നെക്സ്റ്റ് ആണ് ഷോക്ക്. പിന്നെ അതുപോലെ സിവിയർ ഹെമറേജ്, രക്തസ്രാവം, ഹെമറേജ്. പിന്നെ അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, പിന്നെ ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റുകയാണെങ്കിൽ കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്. റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഫെയിലിയർ, അത് രണ്ടും ശരിയാണ്. റെസ്പിറേറ്ററി അറസ്റ്റ് അതൊന്ന് എഴുതിക്കോ. റെസ്പിറേറ്ററി അറസ്റ്റ്. Respiratory arrest is a medical event. Respiratory arrest is a medical event
where the ability of a person to breathe stops. Where the ability of a person to breathe stops. Is to breathe stops. അത് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഒരു ബ്രീത്തിങ് പ്രോപ്പറായിട്ട് പറ്റില്ലാത്തൊരു അവസ്ഥ ആണ്. റെസിസ്റ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്, ശ്വസിക്കാനും ബ്രീത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് സ്റ്റോപ്പ് ആയി പോകുന്നു. ഇതാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതിന്റെ ഒപ്പം തന്നെ കളർ കോഡുകളും പറഞ്ഞല്ലോ. മെഡിക്കൽ എയറിന്റെ കളർ കോഡ് ഏതാ പറഞ്ഞ നമ്മള് ആ സിലിണ്ടറിന്റെ, അതും അതിന്റെ ഒപ്പം നോക്കി പോണോ കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഓക്സിജൻ. വാട്ട് ഇസ് ദ കളർ കോഡ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ? വൈറ്റ്. ഓക്കെ, വൈറ്റ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആരെ കയറിയേ? റിസ്ന റിച്ചോ ഇതാരാ ജോയിൻ ചെയ്തത്? റിസ്വാന. മോള് ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ കയറാറുണ്ടോ? ഇല്ല, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത് അല്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങളിപ്പോ ഒരു ചാപ്റ്റർ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് 34 മെഡിക്കൽ ഗ്യാസ് ആണ് പറയണേ കേട്ടോ. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളർ കോഡ് ഗ്രേ ആണെന്ന് പറഞ്ഞു അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് കളർ കോഡ് ഗ്രേ ആണ്. ഇത് ഏതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ്. ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ എന്താ മീനിങ് പറഞ്ഞേ? ഇൻസഫ്ലേറ്റിംഗ് എന്താ? ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കുന്നത്, വീർപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഊതി വീർപ്പിക്കുന്ന ഇതിൽ ട്രീറ്റ്മെന്റ് ഇതൊക്കെ വരുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഇതിനകത്താണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഫോർ ലെസ് ഇൻവാസീവ് സർജറി. ഏതൊക്കെയാണ് ഈ കണ്ടീഷൻസ് നോക്കാം? ലൈക്ക് ലാപ്രോസ്കോപ്പി. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കറക്റ്റ് ചെയ്യാനായിട്ട്. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി. അപ്പൊ ഇത്രയും ലെസ് ഇൻവാസീവ് എന്ന് വെച്ചാൽ അത്ര ആക്രമണാത്മകമല്ലാത്ത സർജറികൾ, വളരെ ക്രിട്ടിക്കൽ ഇതിനകത്ത് അല്ലാത്ത ഓപ്പണിങ് ഫുൾ ഓപ്പൺ ചെയ്ത് അങ്ങനെയുള്ള സർജറി അല്ലാത്ത ലെസ് ഇൻവാസീവ് സർജറീസ് ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി. ഇങ്ങനെയുള്ള സർജറീസിലൊക്കെ ഈ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആയിട്ട്, അത് ഇപ്പൊ നമ്മുടെ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എന്റെ വയറൊക്കെ ഊതി വീർപ്പിച്ച് നിർത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വയറിനെ വീർപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് 4ന്റെ പേര് പഠിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്രോസ്കോപ്പി, അല്ലെങ്കിൽ അടുത്ത് ചോദിക്കുക ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി. എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. സ്കോപ്പി ലാസ്റ്റ് വരുന്നതാണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ക്രയോതെറാപ്പി. അപ്പൊ ഇത്രയും ഇതിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് എന്നറിയപ്പെടുന്നത്? അത് 2 പോയിന്റും അതിൽ നിന്ന് നോക്കണം കേട്ടോ. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ലാപ്രോസ്കോപ്പിക്ക്, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? അതുപോലെ തന്നെ ഈ അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് ആ ബ്രീത്തിങ്ങിന് ആ ടൈമില് അനസ്തേഷ്യക്ക് ശേഷമൊക്കെ ആ ഒരു ബ്രീത്തിങ് പ്രോപ്പർ ഒക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കാം. അനസ്തേഷ്യക്ക് ശേഷമൊക്കെ ആണെങ്കിലും ആ ടൈമിലൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഗ്യാസ്. Carbon dioxide may be piped in larger hospitals, but more likely comes from tanks. സാധാരണയായിട്ട് ഇത് ടാങ്കുകളിൽ നിന്നൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഇത്
കാർബൺ ഡയോക്സൈഡ് മേ ബി പൈപ്പ് ഇൻ ലാർജ് പൈപ്പ് ലൈനിൽ കൂടിയാണ് വലിയ ഹോസ്പിറ്റൽസിലൊക്കെ ഇത് സപ്ലൈ വരുന്നത്. ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം സാധാരണയായിട്ട് ടാങ്കുകളിൽ നിന്നും ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത്രയും നിങ്ങൾ നോക്കുക. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ഈ നമ്മൾ പറഞ്ഞ ഈ സർജറീസ് ലാപ്രോസ്കോപ്പിയും ആർത്രോസ്കോപ്പി എൻഡോസ്കോപ്പി ക്രയോതെറാപ്പി ഇത്രയും സർജറീസിലും യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇത്രയല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. 3 എണ്ണല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ അത് എഴുതിയായിരുന്നോ? ലാപ്രോസ്കോപ്പി എന്താന്ന് എഴുതിയായിരുന്നോ? എഴുതിയില്ല? ഇല്ല. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോട്ടോ. ലാപ്രോസ്കോപ്പി is an operation. Laparoscopy is an operation performed, P-R-F-O-R-M-E-D, performed in the abdomen or pelvic using small incision, INCISION, incision with the aid of a camera. ഫുള്ളായിട്ട് ഓപ്പൺ സർജറി അല്ലാതെ ചെറിയൊരു ഹോള് ഇതുണ്ടാക്കിയിട്ട് എന്താ പറയാ അതിന്റെ ഉള്ളിൽ കൂടെ ഈ ടിപ്പില് ഒരു ഈ ഒരു ക്യാമറ ഘടിപ്പിച്ച അതിന്റെ ഒരു എൻഡില് ക്യാമറ ആയിരിക്കും. എന്നിട്ട് അത് പോകുമ്പോൾ അത് വയറ്റിന്റെ അകത്തേക്ക് ഇങ്ങനെ ഇടുമ്പോഴും നമ്മുടെ വയറ്റിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു കാണിക്കും. അങ്ങനെ ഫുള്ളായിട്ട് വയറൊക്കെ ഫുള്ള് അബ്ഡോമിനൊക്കെ തുറന്ന് വെക്കാതെ തന്നെ നമ്മൾ സർജറി വലിയ ഓപ്പൺ സർജറി കൂടാതെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഇതാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. സ്മോൾ ഇൻസിഷൻ വിത്ത് ദ എയ്ഡ് ഓഫ് എ ക്യാമറ. പ്രതീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് പറ്റി വൈകിയേ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. കറണ്ട് ഇല്ലായിരുന്നു. ഓക്കെ. ഇനി നമുക്ക് ഒരാളും കൂടി നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കൂട്ടത്തില്. ഓക്കെ, റിസ്വാന അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതായിരുന്നു അല്ലെ. ഇനി അടുത്ത ആർത്രോസ്കോപ്പി, അതും കൂടി ഒന്ന് എഴുതി, അത് ഒന്ന് 2 എണ്ണം കൂടി അങ്ങ് എഴുതി വെച്ചോ കേട്ടോ. ആർത്രോസ്കോപ്പി, ARTHROSCOPY, നമ്മുടെ ജോയിന്റ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. ആർത്രോസ്കോപ്പി ഈസ് എ പ്രൊസീജിയർ for diagnosing, DIAGNOSING, diagnosing and treating joint problems. Arthroscopy is a procedure for diagnosing and treating joint problems. Okay, next നമ്മൾ പറഞ്ഞത് ഏതാണ്? എൻഡോസ്കോപ്പി ആണ്. എൻഡോസ്കോപ്പി Endoscopy is a medical procedure. Endoscopy is a medical procedure that allows a doctor. Endoscopy is a medical procedure that allows a doctor to observe
doctor to observe the inside of the body, the inside of the body without performing major surgery. വലിയ സർജറി കൂടാതെ തന്നെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു ട്യൂബാണ് നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് കടത്തി വിടുന്നത്. അതിനകത്ത് എന്താണ്, ഒരു ക്യാമറ ഉണ്ടാവും. അപ്പൊ ആ ക്യാമറ ഉള്ള ഇതാണ്. അപ്പൊ അത് പോകുന്ന വഴി നേരെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ്, ENDOSCOPE, എൻഡോസ്കോപ്പ്. അത് ഈസ് പാസ്ഡ് ഇൻ യുവർ ബോഡി ത്രൂ എ നാച്ചുറൽ ഓപ്പണിംഗ്. മൗത്തിക്കടെയാണ് മെയിൻ ആയിട്ട് ഇത് എൻഡോസ്കോപ്പ് ഇടുന്ന അകത്തേക്ക്. വായുക്കട ഇങ്ങനെ അകത്തേക്ക് ഇട്ടിട്ട് ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗത്തേക്ക്, വയറാണെങ്കിൽ വയറിന്റെ ഭാഗമൊക്കെ നോക്കാനായിട്ട്. അപ്പൊ അതിന്റെ ടിപ്പിൽ ക്യാമറ ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്പൺ സർജറി കൂടാതെ തന്നെ ആ സ്ക്രീനിൽ നോക്കിയാൽ ഇത് പോണ വഴി നോക്കി കഴിയുമ്പോൾ അവിടുത്തെ ഓർഗൻസിന്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ല അതിനകത്ത്, ആർത്രോ എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി, അതും കൂടെ ഉണ്ട്. ഇപ്പൊ ക്രയോതെറാപ്പി പല സ്കിൻ കണ്ടീഷൻസ്, ക്യാൻസർ, അങ്ങനെയുള്ള ചില ക്യാൻസറുകൾ ഇതിനകത്തൊക്കെയാണ് ക്രയോതെറാപ്പി ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫ്രീസ്, അത് ഭയങ്കര എന്താ പറയാ, -150 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഭയങ്കര ഫ്രീസ് ചെയ്തിട്ട് അവിടുത്തെ ഇതിനെയൊക്കെ അബ്നോർമൽ ടിഷ്യൂസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ഈ ക്രയോതെറാപ്പി എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ക്രയോതെറാപ്പി. ക്രയോതെറാപ്പി 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 is the use of extreme cold, EXTREME, extreme cold, to freeze, extreme cold, to freeze, and to remove abnormal tissue, again full stop it out. Cryotherapy is the use of extreme cold to freeze and remove abnormal tissue. പല സ്കിൻ കണ്ടീഷൻസ്, ചില ക്യാൻസർ, ഇങ്ങനെയുള്ള ഇതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അത് വളരെ ഫ്രീസ് ആക്കാണ്. പറഞ്ഞുള്ള ടെമ്പറേച്ചറും ബിലോ -150 ഡിഗ്രി അത്രയും ഫ്രീസ് ചെയ്തിട്ട് അവിടെയുള്ള കോശങ്ങളെയൊക്കെ അബ്നോർമൽ ടിഷ്യൂസിനെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞായിരുന്നു. ഇത്രയും പറഞ്ഞ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ നൈട്രജൻ ആണ്. നൈട്രജൻ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ തന്നേക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാട്ടോ. ഇനിയിപ്പോ ലാപ്രോസ്കോപ്പി എന്താ അല്ലെങ്കിൽ ക്രയോതെറാപ്പി എന്താന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നുള്ളൂ. എക്സാമിന് ഇത് ചോദിക്കില്ല. എക്സാമിന് ഇതിനകത്ത് ഏത് ഗ്യാസ് ആണ് ഇപ്പൊ ലാപ്രോസ്കോപ്പി ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക്കൊക്കെ യൂസ് ചെയ്യണത്, ആ ഒരു പേരുകൾ മാത്രം മതി. നമുക്കത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തന്നുള്ളൂ. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു നോട്ട്. നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് വൺ നൈട്രജൻ ആണ്. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി. ഇത് മാറിപ്പോരുത് കേട്ടോ. ക്രയോതെറാപ്പിയും ക്രയോ സർജറിയും മാറിപ്പോരുത്.
നൈട്രജൻ എന്ന് പറഞ്ഞ മെഡിക്കൽ ഗ്യാസ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി. അപ്പൊ ചോദിക്കാം വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി? ഏത് ഗ്യാസാ? ഏതാ ക്രയോ സർജറി? നൈട്രോജൻ. ഏതാണ്? നൈട്രജൻ. പിന്നെ അതുപോലെ തന്നെ ടു റിമൂവ് സം ക്യാൻസർ ആൻഡ് സ്കിൻ ലിസൺ ആൻഡ് ഓൾസോ ഫോർ എ സ്റ്റോറേജ് ഓഫ് ടിഷ്യൂ സെൽസ് ആൻഡ് ബ്ലഡ് ഇൻ ക്രയോജനറ്റിക് ടെമ്പറേച്ചർ. അത് പറഞ്ഞില്ലേ, ക്രയോജനറ്റിക് ടെമ്പറേച്ചർ പറയുമ്പോൾ -150 അങ്ങനെ വളരെ ഇതുപോലെ തന്നെയാണ്, ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെയുള്ളത്. ചില ക്യാൻസറുകള്, പിന്നെ അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന മുറിവുകള്, അതിനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഓൾസോ ഫോർ ദ ഷോർട്ടേജ് ഓഫ് ടിഷ്യൂ സെല്ല് ബ്ലഡ്, ഇതിന്റെയൊക്കെ ഷോർട്ടേജ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രയോജനറ്റിക് ടെമ്പറേച്ചറിൽ ഓക്സിഡേഷൻ, അതിന്റെ ഓക്സിഡേഷൻ ഓഫ് സാമ്പിൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം. വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി and to remove some cancer cell at the skin lesion and for shortage of tissue cells and blood in cryogenic temperature to avoid oxidation of sample. And it can also be used as a part of medical gas mixer for lung function test. ഇനി അതുപോലെ തന്നെ നോക്കി, lung function test ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലങ്സിന്റെ പ്രവർത്തനത്തിനൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത് ഒരു മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ ഒരു ഭാഗമായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. It can also used for part of medical gas mixer for lung function test. ലങ്സിന്റെ ഒക്കെ പ്രവർത്തനത്തിന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് മിക്സറിന്റെ ഒരു ഭാഗമായിട്ടും ഈ നൈട്രജൻ എന്ന് പറഞ്ഞ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നോക്കിയേ, നൈട്രജൻ ആസ് എ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ പവർ ടൂൾ. കണ്ടോ, പവർ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് in place where they do not have instrument air. Instrument air എന്ന് പറഞ്ഞ എന്താ നമ്മള് പറയും, ഇൻസ്ട്രുമെന്റ് എയർ ഇസ് എ ടൈപ്പ് ഓഫ് കംപ്രസ്ഡ് എയർ. ഒരു ടൈപ്പ് ഓഫ് കംപ്രസ്ഡ് എയർ തന്നെയാണ് ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറയുന്നത്. നൈട്രജനും ഓക്സിജനും ഒക്കെ അതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ഉള്ളതാണ് ഇൻസ്ട്രുമെന്റ് എയർ. അപ്പൊ അവിടെ ഡു നോട്ട് ഹാവ് ഇൻസ്ട്രുമെന്റ് എയർ യൂസ് ചെയ്യാത്ത ഇവിടെയും ഒരു പവർ ടൂൾ ആയിട്ട് സ്ഥലങ്ങളിലും ഈ ഒരു പവർ ടൂൾ ആയിട്ട് നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രജൻ ആസ് എ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു പവർ ടൂൾ ഇൻ പ്ലേസ് വെയർ ദേ ഡു നോട്ട് ഹാവ് ഇൻസ്ട്രുമെന്റ് എയർ. ഇൻസ്ട്രുമെന്റ് എയർ അവിടെ ഇല്ലാത്ത ആ ഒരു സ്ഥലങ്ങളിൽ അവിടെ പവർ ടൂൾ ആയിട്ടും നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയറിന് തന്നെയാണ് ഇൻസ്ട്രുമെന്റ് എയർ എന്ന് പറയുന്നത്. അത് നൈട്രജനും ഓക്സിജനും അതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ള ഇതാണ് ഇൻസ്ട്രുമെന്റ് എയർ. മോസ്റ്റ് ഓഫ് ദം time it comes from multiple of cylinders and is piped pressure with an alarm system at the source and on the use site. ഇത് മിക്കപ്പോഴും എന്താ പറയാ, മൾട്ടിപ്പിൾസ് ഓഫ് സിലിണ്ടർ, ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സോഴ്സിലൂടെയും അതുപോലെ തന്നെ യൂസ് സൈറ്റിലും ഒരു അലാറം സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു പ്രഷറില്, മർദ്ദത്തില് ഇത് പൈപ്പ് ചെയ്യപ്പെടുന്നു. ഇത് സാധാരണയായിട്ട് ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നാണ് ഇത് വരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രത്യേക പ്രഷറില് സോഴ്സിൽ നിന്ന് അത് എവിടെ നിന്നാണ് വരുന്നത് അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സൈറ്റ്, യൂസ് സൈറ്റ്, അപ്പൊ സോഴ്സിലൂടെ യൂസ് സൈറ്റിലും ഒക്കെ ഒരു അലാറം സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇത് പൈപ്പ് ചെയ്യപ്പെടുന്നതെന്ന്. അപ്പൊ ആദ്യത്തെ ആ രണ്ട് ഇതായിട്ട് നമ്മൾ നോക്കേണ്ടത്, നൈട്രജൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഗ്യാസസ് ക്രയോ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇസ് എ പവർ ടൂൾ, ഇസ് യൂസ്ഡ് ആസ് ടു പവർ ടൂൾ ഇൻ ദ പ്ലേസ് വെയർ ദേ ഡു നോട്ട് ഹാവ് ഇൻസ്ട്രുമെന്റ് എയർ. ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത പ്ലേസുകളിലൊക്കെ പവർ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ അത് രണ്ടും ആ രണ്ട് സെന്റൻസും അതിൽ നിന്ന് ഒന്ന് നോക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഇതിന്റെ കളർ കോഡ് കൂടി അതിന്റെ ഒപ്പം നോക്കാം. നൈട്രജന്റെ കളർ കോഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഏതെങ്കിലും ഒരു കളർ കോഡ് ചോദിക്കും എക്സാമിന്. നൈട്രജൻ സിലിണ്ടറിന്റെ കളർ കോഡ് ബ്ലാക്ക് കളറാണ്. മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ.
നെക്സ്റ്റ് വരുന്നതാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിന്റെ കളർ കോഡ് ലൈറ്റ് ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ കളർ കോഡ് ലൈറ്റ് ബ്ലൂ. നൈട്രസ് ഓക്സൈഡ് ഈസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. ഇപ്പൊ ലാഫിംഗ് ഗ്യാസ്, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാ? Nitrous oxide. Nitrous oxide. Nitrous oxide is a medical gas commonly known as laughing gas. Laughing gas എന്നറിയപ്പെടുന്ന ഇതും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് ആണ്. This medical gas is used in numerous surgical procedure as both an anesthetic and analgesic. അപ്പൊ അനലജിസ്റ്റിക് ആയിട്ട്, വേദനയില്ലാത്ത മരുന്നാണ് അനലജിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ അനസ്തെറ്റിക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മെഡിക്കൽ ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് ആണ്. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയർ. സർജിക്കൽ പ്രൊസീജിയറിനൊക്കെ യൂസ് ചെയ്യുന്നു. അതെന്തായിട്ടാ? ആസ് ബോത്ത് ആസ് അനസ്തെറ്റിക് ആൻഡ് അനലജിസ്റ്റിക്. അനസ്തെറ്റിക് ആയിട്ടും അതുപോലെ തന്നെ വേദനയില്ലാത്ത ഇത് അനലജിസ്റ്റിക്കും ഒക്കെ ആയിട്ട് സർജിക്കൽ പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. ഇവിടെ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഈസ് എ വെരി ഗുഡ് അനസ്തെറ്റിക് ഏജന്റ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ഈസ് വെരി ഗുഡ് അനസ്തെറ്റിക് ഏജന്റ്. അനസ്തെറ്റിക് ഏജന്റ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. Nitrous oxide is very good for anesthetic, very good anesthetic agent. Okay. ഇപ്പൊ ലാഫിംഗ് ഗ്യാസ് പറഞ്ഞു, നൈട്രസ് ഓക്സൈഡ് സർജിക്കൽ പ്രൊസീജിയർ അനസ്തെറ്റിക് ആയിട്ട് അതുപോലെ തന്നെ അനലജിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതും നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഈസ് എ ഗുഡ് അനസ്തെറ്റിക് ഏജന്റ്. അത് മൂന്നുമാണ് അതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. അതിന്റെ കളർ കോഡ് ലൈറ്റ് ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ. നെക്സ്റ്റ് സിക്സ്ത് ആണ് വാക്കം. വാക്കം എന്ന് പറയുന്നത് അതിന്റെ കളർ കോഡ്, വാക്കത്തിന്റെ കളർ കോഡ് യെല്ലോ ആണ്. അത് അതിന്റെ ഒപ്പം ഒന്ന് നോട്ട് ചെയ്തോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. വാക്കം കളർ കോഡ് യെല്ലോ ആണ്. വാക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സക്ഷനിങ്. ഇതിങ്ങനെ എന്താ പറയാ, നമ്മള് ഈ ചില സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രെയിനേജ് പോലെ അങ്ങനെ വരില്ലേ. ഈ ഇപ്പൊ പറയാം ഡെന്റലില് ലാബില് നമ്മൾ ചെല്ലുന്നു, നമ്മൾ ഇവിടെ എന്തെങ്കിലും പല്ലിനൊക്കെ എന്തെങ്കിലും സർജറി കാര്യങ്ങളും ചെയ്യുമ്പോഴത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വായില് അത് എന്താ ഇങ്ങനെ വെള്ളം വരുമ്പോ നമുക്ക് അത് എപ്പോഴും ഇങ്ങനെ തുപ്പിക്കളയാനൊന്നും പറ്റൂല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളില് അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് വാക്കം. ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് ഇതൊക്കെ സക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സർജറി സമയത്ത് സക്ക് ചെയ്ത് വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് വാക്കം എന്ന് പറയുന്നത്. പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്കം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. അപ്പൊ സക്ഷനിങ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വാക്കമാണ്. അത് നോക്കാണ്ട് ആസ്പിരേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചെടുക്കുക എന്നുള്ളത്. ഡ്രെയിനിങ്, പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. This means that medical vacuum in a hospital supports suction equipment. അവിടെ ചോദിക്കാം, which gas is used for suction equipment? ഏത് ഗ്യാസ് സപ്പോർട്ട് ദ സക്ഷൻ എക്യുപ്മെന്റ്? സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് വാക്വമാണ് യൂസ് ചെയ്യുന്നത്. which vacuum in a hospital supports suction equipment. Vacuum will vary across the pipeline, but is commonly maintained around 75 kPa. kPa എന്ന് പറഞ്ഞാൽ കിലോ പാസ്കൽ ആണ്. അത് എന്ത് കാണിക്കുന്ന? കിലോ പാസ്കൽ എന്തിന്റെ യൂണിറ്റാ? കിലോ പാസ്കൽ എന്തിന്റെ യൂണിറ്റ്? എന്ത് മെഷർ ചെയ്യുന്ന? വെരി ഗുഡ്. പ്രഷർ, യൂണിറ്റ് ഓഫ് പ്രഷർ ആണ് കിലോ പാസ്കൽ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ്? വാക്വം വിൽ വേരി അക്രോസ് ദ പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈനിലുടനീളം വാക്വം വേരി ചെയ്യും, വ്യത്യാസപ്പെട്ടിരിക്കും. ബട്ട് ഇറ്റ് ഈസ് കോമൺലി മെയിൻറ്റെയിൻ. സാധാരണയായിട്ട് അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 75 kPa ആണ്.
Okay, around 75 kP, kilopascal, unit of pressure. പിന്നെ അത് സക്ഷനിങ് എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസ് വാക്വം, draining, aspiration and suction. ചോദിക്കാം, which gas is used for patient draining, aspiration and suction? അപ്പൊ തന്നെ എഴുതാം വാക്വം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇനി നമ്മൾ കളർ കോഡ് പറഞ്ഞല്ലോ. ഏതാ കളർ കോഡ് പറഞ്ഞത്? സിലിണ്ടറിന്റെ വാക്വം സിലിണ്ടർ Yellow. യെല്ലോ. ഓക്കെ, യെല്ലോ. നെക്സ്റ്റ് ആണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി, ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുക, അവിടെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഊതും അല്ലെ? അപ്പൊ ഒരു പ്രഷർ പെട്ടെന്ന് ആ ഫോഴ്സ്, ആ എയറിന്റെ ആ പ്രഷർ ഇങ്ങനെ വരൂലേ? അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അവിടുത്തെ പൊടി തെറിച്ചോ? നമ്മളിപ്പോ സാധാരണ രീതിയിൽ കാറ്റ് വന്നാൽ പോണമെന്നില്ല, പക്ഷെ നമ്മൾ ശക്തിയായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും, ഇങ്ങനെ നല്ല ശക്തിയിൽ ഇങ്ങനെ ഊതുമ്പോഴാണ് അവിടുത്തെ പൊടി പറന്നു പോകുന്നത്. അതുപോലെ തന്നെ നല്ല കംപ്രസ്ഡ് എയർ, അത് അന്തരീക്ഷ മർദ്ദത്തെക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവിനെയാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അപ്പൊ നല്ല പ്രഷറിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ഇതൊക്കെ ക്ലീൻ ആയി പോകുന്നു, ക്ലീൻ ചെയ്യുന്നു. ഇത് ചോദിക്കാം, ക്ലീനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ ആണ്. Compressed air used for both medical and non-medical purposes. Medical, non-medical purposes compressed air use ചെയ്യുന്നുണ്ട്. This medical gas includes laboratory work. Laboratory work inhalation therapy and powering of surgical tools. Surgical tools അതിന്റെ കൺട്രോളിന്, പവറിങ് നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നു. ക്ലീനിങ് പർപ്പസിന് വേണ്ടിയാണ്. ക്ലീനിങ് പർപ്പസ് ആണ് പ്രധാനമായിട്ടും ഈ കംപ്രസ്ഡ് എയറിന്റെ യൂസ്, ക്ലീൻ ചെയ്യാനാണ്. ഓക്കെ, അതാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. ക്ലീനിങ് പർപ്പസ് അത് നോക്കാം. ബോത്ത് മെഡിക്കൽ ആയിട്ടും നോൺ മെഡിക്കൽ പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഗ്യാസ് യൂസ് ഇൻക്ലൂഡ്സ് ലബോറട്ടറി വർക്ക്. എവിടേക്കാ ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്, ഇവിടെയൊക്കെ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ 7 ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇത് ഇത്രയും കളർ കോഡുകൾ ഒരുമിച്ച് നമ്മൾക്ക് നെക്സ്റ്റ് കുറച്ച് പേജ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് അപ്പൊ ഇത്ര 6 എണ്ണത്തിന്റെ കളർ കോഡാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നേക്കുന്നത് കേട്ടോ. 6 എണ്ണത്തിന്റെ ഉണ്ട്. ഓക്സിജൻ വൈറ്റ്, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ യെല്ലോ കളർ, നൈട്രജൻ ബ്ലാക്ക് കളർ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഓരോന്നിന്റെയും കളർ കോഡുകൾ നോക്കി വെക്കാം. ഇതൊന്ന് വേഗം വായിച്ചു നോക്കി. നമ്മൾ ഇന്ന് തുടങ്ങിയത് നൈട്രജൻ മുതലാണ്. നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ. അതിനകത്ത് അത് മാറിപ്പോയത് ക്രയോ തെറാപ്പിയിൽ കാർബൺ ഡൈ ഓക്സൈഡും ക്രയോ സർജറിയിൽ നൈട്രജനും ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ തെറാപ്പി? വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി? ഇതിനകത്ത് ഓരോന്നും നമ്മൾ പറഞ്ഞത്. പിന്നെ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്, ഡ്രൈനിങ്, ആസ്പിറേഷൻ ആൻഡ് സക്ഷൻ, സപ്പോർട്ട് ദ സക്ഷൻ എക്യുപ്മെന്റ്. സക്ഷനിങ് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അറിയാം വാക്വം. പിന്നെ കംപ്രസ്ഡ് എയർ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കംപ്രസ്ഡ് എയർ.
ഓക്കെ, റെഡി ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. കുഴപ്പമില്ലല്ലോ. അതിനകത്ത് ഏത് ഗ്യാസ് ആണ് യൂസ് ചെയ്യണേ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിപ്പോ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എഴുതാം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എഴുതാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. കമ്പോണൻസ്, ഇതിന്റെ ഭാഗങ്ങള്, സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അതിനകത്ത് 6 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരുകൾ നോക്കാം. ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ ഓരോ കമ്പോണൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് സോഴ്സ് ഓഫ് സപ്ലൈ. ഒരു സോഴ്സ് ഉണ്ട്, ഇത് എവിടെന്നെങ്കിലും വരണ്ടേ, ആ ഒരു ഉറവിടം, അതിനാണ് സോഴ്സ് എന്ന് പറഞ്ഞത്. റിസർവ്സ് ആണ്, റിസർവ്സ് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സോഴ്സ് ഓഫ് സപ്ലൈ ചെയ്യുന്ന സോഴ്സ്. രണ്ടാമത്തെ പൈപ്പിംഗ് നെറ്റ്വർക്ക്. അപ്പൊ ആ സോഴ്സിൽ നിന്ന് ഒരിത് ഇങ്ങോട്ടേക്ക് എത്തണ്ടേ, അപ്പൊ അത് കൊണ്ടുപോകുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പൈപ്പിംഗ് നെറ്റ്വർക്ക്, ആ സോഴ്സ് ഇപ്പൊ നമ്മളിപ്പോ ടാങ്ക് വെള്ളം അടിച്ച് നമ്മുടെ പൈപ്പിലേക്ക് വന്നെങ്കിൽ ടാങ്ക് എന്ന് പറഞ്ഞ സോഴ്സ് ആണ്, അവിടെയാണ് കിടക്കുന്ന വെള്ളം. അത് ഏതി കൂടെ, പൈപ്പിൽ കൂടെയാണ് അത് നമ്മൾക്ക് എവിടെ വരണ്ടേന്ന് വെച്ചാൽ അവിടത്തേക്ക് എത്തിക്കുന്നത്. അപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ്. പിന്നെ മൂന്നാമത്തെയാണ് വാൽവുകൾ. അതിനൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൽവുകൾ യൂസ് ചെയ്യുന്നത്. വാൽവ് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യാം. ടാപ്പ് ആണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുകയും ചെയ്യൂലേ. നമുക്ക് ആവശ്യത്തിന് ടാപ്പ് തുറന്ന് വെള്ളം എടുക്കും, അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ഒരു കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് വാൽവുകളാണ്, വാൽവ്സ്. നെക്സ്റ്റ് 4 വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റംസ്. വാണിംഗ് ആൻഡ് അലാം സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാൻ, അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അലാറം സിസ്റ്റം വെച്ചിട്ട് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. അതെന്തിനു വേണ്ടിയിട്ടാ? ഫോർ മോണിറ്ററിങ്. നെക്സ്റ്റ് ആണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും അത് ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് ടു സപ്ലൈ ഗ്യാസസ്. പിന്നെ അടുത്ത 6. ഇത്രയും ഇത് കൂടാതെ തന്നെ എക്സ്ട്രാ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിനെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം പ്രധാനമല്ലെങ്കിലും നമ്മളെന്താ ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളും ഉണ്ട്, അതില് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ 5 പ്രൈമറി എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സോഴ്സ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, വാൽവ്സ്, വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റംസ്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഓക്കെ, ഇത്രയും അതിനകത്ത് വരുന്നു. പിന്നെ അത് കൂടാതെ 6th വൺ സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് പുതിയ റിസ്വാന അതൊന്ന് റീഡ് ചെയ്യോ കമ്പോണൻസ്? Source of supply, piping networks, valves, warming and alarm systems, warning and alarm systems, outlets and inlets, outlet and inlets, secondary equipments. ഇത്രയാണ് കമ്പോണൻസ്. പ്രതീക്ഷ ജസ്റ്റ് ഒന്ന് വായിച്ചേ. Sources of supply, piping network, valves, warning and alarm system, outlets and inlets, secondary equipment. Okay, next Ashwini. sources of supply, network, valve, warning and alarm system, outlets and inlet, secondary equipment. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഇതിനകത്ത് ഓരോന്നും നോക്കണം. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അത് അങ്ങോട്ട് 4 പഠിച്ചു വെച്ച് കഴിഞ്ഞാല് 4 3 അല്ലെ 4 ഉണ്ടല്ലോ, അത് 4 നേരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ ആൻസർ അതിന് പഠിക്കാം. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. വാൽവുകള് ടു കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് വാൽവ് ആണ്. ഫോർ മോണിറ്ററിങ്ങിന് വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ആണ്. ടു സപ്ലൈ ഗ്യാസ് ചെയ്യാൻ വേണ്ടി ഏത് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്, ഏത് കമ്പോണന്റ് ആണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. അതിന്റെ ഒപ്പം തന്നെ അതൊന്ന് നോക്കി പോവുക കേട്ടോ. പൈപ്പിംഗ് നെറ്റ്വർക്ക് അറിയാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. വാൽവ് എന്ന് പറഞ്ഞാൽ ടു കൺട്രോൾ ചെയ്യാനാണ് വാൽവ്. വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ മോണിറ്ററിംഗ്
ഔട്ട്ലെറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത് ടു സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടാതെ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിനാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ്. നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഓരോന്നും നമ്മൾ പറയാൻ പോവാണ്. ഫസ്റ്റ് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞൊരു ശേഖരം, അതിന്റെ ഉറവിടം, അതാണ്. സോഴ്സസ് ആർ റിസർവ്സ് that generate the flow of medical gas through piping network like manifold system. Manifold systemങ്ങൾ പോലുള്ള ഈ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഈ ഫ്ലോ സൃഷ്ടിക്കുന്ന ഒരു റിസർവ്സുകളെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാനിഫോൾഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് കേട്ടോ മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഒരു manifold is a gas distribution system or device that serve to bring the many valves. ഒരു കുറെ വാൽവുകളൊക്കെ ഉള്ള ഒരു ഇച്ചിരി ഒരു ഇതുണ്ട്. അപ്പൊ അത് ഇത്രയൊന്നും നോക്കുക. അത് വേണമെങ്കിൽ ഞാനൊന്ന് തരാം കേട്ടോ, നോട്ട് തരാം മാനിഫോൾഡ് സിസ്റ്റം, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. സോഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? സോഴ്സ് എന്ന് പറഞ്ഞ ഒരു പരിതൽ ശേഖരം, ഒരു ഉറവിടം, ഒരു സംഭവം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള ഈ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന റിസർവ്സുകളെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു വേർഡ് നമ്മൾ പറഞ്ഞത് മാനിഫോൾഡ് സിസ്റ്റം എന്നാ പറഞ്ഞത്. മാനിഫോൾഡ് എഴുതി വെച്ച അവിടെ ഒന്ന്. മാനിഫോൾഡ് എന്ന് പറഞ്ഞ എന്താണ്? മാനിഫോൾഡ് ഈസ് എ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഗ്യാസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. മാനിഫോൾഡ് ഈസ് എ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. Gas distribution system or device that serves that serves to bring many valves into one place. One place or a single channel into an area where many points meet. അതായത് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇസ് എ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. കുറെ വാൽവുകൾ ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു ചാനലിനെ പല പോയിന്റിലേക്കൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. കുറെ വാൽവുകളെയൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ്, അതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഞാൻ പറഞ്ഞു ആദ്യ സെന്റൻസ് പറഞ്ഞത് മാനിഫോൾഡ് എന്ന് പറഞ്ഞ ഈസ് എ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓർ ഡിവൈസ്, അതാണ് മാനിഫോൾഡ്. ഇങ്ങനെ മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന റിസർവുകളെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സുകൾ താഴെ ഇവിടെ നോക്കിയേ, മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടർ ആണ്. അതിന് 2 ബാങ്ക്സ്, 2 വശങ്ങളുണ്ട്. വൺ ഈസ് ബാക്ക് അപ്വേർഡ് ടു അതർ, ഒന്ന് മറ്റൊന്നിലേക്ക് അത് തിരിച്ചു വെച്ചേക്കുന്നു. 2 ബാങ്കുകൾ ഉണ്ട്. വൺ ഈസ് ബാക്ക് അപ്പ് ടു ദ അതർ, ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചു വെച്ചേക്കുന്നു. ബിസൈഡ് ദ കൺട്രോൾ പാനൽ ഈസ് ഇൻസ്റ്റോൾ, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ അടിയിലായിട്ട് ഒരു കൺട്രോൾ പാനലും അവിടെ വെച്ചിട്ടുണ്ട്. ഈസ് ഇൻസ്റ്റോൾ ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ഉണ്ട്, പ്രഷർ റെഗുലേറ്റേഴ്സ് ആൻഡ് വാർണിംഗ് ലാംപ്സ്, ഇതിനൊക്കെ ആയിട്ട്
ഈ കൺട്രോൾ പാനല് ഉള്ള ഒരു 2 ബാങ്ക്സ് ഉള്ള ഒരു ഹൈ പ്രഷർ സിലിണ്ടർ ആണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആ എഴുതിയ ഡെഫിനിഷൻ ആയിരിക്കും കുറച്ചും കൂടി ഇതെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രേ ഉള്ളൂ. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഹൈ പ്രഷർ സിലിണ്ടർ ഓൺ 2 ബാങ്ക്സ് മാനിഫോൾഡ് സിസ്റ്റം. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് നെറ്റ്വർക്കുകളാണ്. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം to provide gas or vacuum at the end point of terminal units. നമ്മൾ പറഞ്ഞ സോഴ്സിൽ ഇരുന്നാ മതിയോ? അത് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ്സിലേക്ക് എത്തിക്കേണ്ടത് ഏതിലൂടെയാ? പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. ഒരു എന്താ പറയാ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടാവും. അവിടെ നിന്ന് പേഷ്യന്റിന്റെ അടുത്ത് ഓരോ ബെഡിലേക്കും അത് പൈപ്പ് ലൈനിലൂടെയല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ അത് ആ ഒരു ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, എൻഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റിലേക്ക് ഇത് എത്തിക്കുന്നത് ഈ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. ഓക്കെ. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം, മെഡിക്കൽ ഗ്യാസുകളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വാക്വം ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ. അത് എന്താണ്? പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ്, അതിൽ കൂടെയാണ് പൈപ്പ് ലൈനിലൂടെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. To provide gas or vacuum at the end point or terminal units. സോഴ്സിൽ നിന്ന് എൻഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഏതാ? പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. The terminal unit may be either wall mounted or pension mounted. The terminal units എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ wall mounted. Wall mounted എന്ന് പറഞ്ഞാൽ എന്താ? Wall mounted മതിലിൽ ഇങ്ങനെ ഘടിപ്പിച്ചു വെച്ചേക്കുന്നത്. ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എങ്ങനെയാവാം? മതിലിൽ ഇങ്ങനെ ഘടിപ്പിച്ചു വെച്ചേക്കുന്നത് വാൾ മൗണ്ടഡ് ആവാം, ഓർ പെൻറ്റന്റ് ഘടിപ്പിച്ചിരിക്കുന്നത് ആകാം, ഓർ പെൻറ്റന്റ് മൗണ്ടഡ് പെൻഡന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വാളിൽ പതിപ്പിച്ചു വെച്ചേക്കുന്നതോ ഒക്കെ ആകാം ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഹൈ ക്വാണ്ടിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്പ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം. ഏതാണ് ഇവിടെ ഈ പൈപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹൈ ക്വാളിറ്റി കോപ്പർ. High quality copper should be used to make the pipes. Pipes ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. Moreover, pipes should be protected against physical damage and corrosion and colors coded in keeping with the gas content. ഇതെന്തിനു വേണ്ടി നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടാവാതെ, ഫിസിക്കൽ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അത് കൊറക്ഷൻ എന്ന് വെച്ചാൽ നാശം, അത് പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ, ഫിസിക്കൽ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ഒക്കെ ചെയ്യാതിരിക്കാൻ, പിന്നെ അതുപോലെ തന്നെ അതിനെയൊക്കെ എന്താ പറയാ, അതിനെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതെന്താണ്? അതിന്റെ കളർ കോഡഡ് വിത്ത് കീപ്പിംഗ് വിത്ത് ദ ഗ്യാസ് കണ്ടന്റ്. ആ ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച് കളർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ ഗ്യാസ് അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഏതാ അതിനനുസരിച്ച് നമ്മൾ കളർ കോഡും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അത് ഏത് കുഴലിൽ കൂടെ വരുമ്പോഴോ ആ പൈപ്പ് ലൈനിൽ കൂടെ വരുമ്പോഴോ അതിന്റെ ഓരോന്നിനും ആ കളർ കോഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ പൈപ്പ് ലൈനിൽ കൂടെ പോകുന്ന ഇന്ന ഗ്യാസ് ആണ്, വാക്വമാണ്, ഓക്സിജൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിലെ കണ്ടന്റ് അനുസരിച്ചും കളർ കോഡും അതിനും ഉണ്ട്. മറ്റൊന്നും സിലിണ്ടറിന്റെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അത്രയും പറഞ്ഞേക്കുന്നത്. മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞത് ഗ്യാസസും അതുപോലെ വാക്വം ഒക്കെ ഈ ഒരു സോഴ്സിൽ നിന്ന് ആ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ്. ടെർമിനൽ യൂണിറ്റ്സ് അത് ആ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഭിത്തിയിൽ ഘടിപ്പിച്ചു വെച്ചേക്കുന്നതാവാം, ഒരു പെൻറ്റന്റ് തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ളത് പെൻറ്റന്റ് മൗണ്ടഡ് ആവാം. ഇതൊന്ന് ഉണ്ടാക്കാൻ പൈപ്പിംഗ് നെറ്റ്വർക്ക് പൈപ്പ് ലൈൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ആണ് അവിടെ പൈപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ യൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡാമേജിൽ നിന്ന്, അതുപോലെ എന്തെങ്കിലും നശിച്ചു പോകുന്നത്, തുരുമ്പ് പിടിക്കുന്നത്, അതൊക്കെ അങ്ങനെയായിട്ട് ആ ഒരു ഫിസിക്കൽ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ ക്വാളിറ്റിയിലുള്ള ഇത് കോപ്പർ യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കളർ കോഡ് ഉണ്ട് അതിന് വിത്ത് ദ ഗ്യാസ് കണ്ടന്റ്. അത് ആ പൈപ്പ് ലൈനിൽ കൂടെ ഏത് ഗ്യാസാ പോകുന്നത് അതനുസരിച്ച് അതിനൊരു എന്തുണ്ട് കളർ കോഡും ഉണ്ട്.
അത്രയും രണ്ട് ഇതാ നമ്മൾ പറഞ്ഞുള്ളൂ എന്ന്. ഫസ്റ്റ് സോഴ്സ് പറഞ്ഞു, രണ്ടാമത്തെ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് പറഞ്ഞു. അത് വായിക്കാൻ ആരെങ്കിലും? സോഴ്സ് സിമ്പിൾ ആണ്, ഒരൊറ്റ സെന്റൻസ് മാത്രമേ ഉള്ളൂ. സോഴ്സ് ആരെ വായിക്കാം? ജസ്റ്റ് അതൊന്ന് 3 വായിച്ചിരുന്നപ്പോ നിർത്താം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായല്ലോ, അടുത്ത് തുടങ്ങുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു നോക്കാം. സോഴ്സ് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? ഒരു കരുതൽ ശേഖരം, ഒരു ഉറവിടം, അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് ദാറ്റ് ജനറേറ്റ് source that reserve that generate the flow of medical gases through piping networks like manifold system. Manifold സിസ്റ്റങ്ങൾ പോലുള്ള ഈ പൈപ്പിൻ ലൈനിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന ഈ റിസർവുകളെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് മാനിഫോൾഡ് സിസ്റ്റം ആണ്. അത് പറഞ്ഞു നമ്മള് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് നമ്മൾ ഏതാ പറഞ്ഞത്? പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഇത് പൈപ്പിംഗ് നെറ്റ്വർക്ക് പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താ? മെഡിക്കൽ ഇനി നമ്മുടെ സോഴ്സിൽ നിന്ന് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റിലേക്ക് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതിൽ കൂടിയാണ്? ത്രൂ ദ പൈപ്പ് ലൈൻ അല്ലെ, പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി എന്താ പറഞ്ഞേ? terminal units may be either wall mounted or wall mounted ആവാം, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആവാം. നെക്സ്റ്റ് ഏതാ യൂസ് ചെയ്യണത് അവിടെ? high quality copper. ക്വാളിറ്റിയിൽ അത് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇത് അവിടെ പൈപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റല് ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ടു മേക്ക് പൈപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് Pipe should be protected against the physical damage and corrosion. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡാമേജിൽ നിന്ന് കറക്ഷൻ, ഈ നശിച്ചു പോകുന്നതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു അതിന്റെ കണ്ടന്റ് അനുസരിച്ച്, ആ ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച് ആ പൈപ്പിന്റെ എന്താണ് അതിന്റെ കളർ വ്യത്യാസപ്പെട്ടിട്ട് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ദ ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച് തന്നെ അത് മറ്റത് നമ്മൾ ഈ സിലിണ്ടറിന്റെ പറഞ്ഞില്ലേ കളർ കോഡ്, അതുപോലെ തന്നെ അത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പല പൈപ്പ് ലൈൻ പോകുമ്പോൾ അതിൽ കൂടെ ഏത് ഗ്യാസാ പോകുന്നേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച് ഈ പൈപ്പ് ലൈനിലും പൈപ്പിംഗ് നെറ്റ്വർക്സിലും ഓരോ ഇതിന്റെ കളർ ഡിഫറൻസ് ഉണ്ടാക്കും. ഓക്കെ, കുറച്ച് നമ്മൾ നോക്കിയുള്ളൂ. നെക്സ്റ്റ് ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. നെക്സ്റ്റ് വാൽവുകളാണ്. ഇതും സിമ്പിൾ തന്നെയാണ്, അതിന്റെ ഓരോ കമ്പോണൻസാ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്നാ നമുക്ക് ഇന്ന് ക്ലാസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് നോക്കാം കേട്ടോ. ഇത് ജസ്റ്റ് രണ്ടെണ്ണം ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവില്ല, റിസാന ക്ലാസ്സിൽ ഉണ്ടാവില്ല, ഇനി ക്ലാസ്സിൽ ഇത്രയും ദിവസം എന്ത് പറ്റി? ഞാനൊരു വർക്കിലായിരുന്നു, ഞാൻ റിസൈൻ ചെയ്തു. ഇനി വേറെ ജോബ് സെറ്റ് ആയാലും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കയറുക. അപ്പൊ നമ്മൾ കറക്റ്റ് ആ ഒരു മണിക്കൂറിൽ നമുക്ക് അത്രയും അവിടെ ചാപ്റ്റേഴ്സ് നോക്കി പോകാലോ, അത്ര ഏരിയ റെക്കോർഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് എന്താ ചിലർക്ക് പിന്നെ പറ്റില്ല, പറഞ്ഞിട്ട് എന്താ വേറെ എന്തെങ്കിലും ജോലിക്കോ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടുള്ളവർക്ക് ലൈവ് പറ്റില്ല, അവർക്ക് പിന്നെ റെക്കോർഡ് തന്നെ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അത് മിസ്സായി കഴിഞ്ഞാലോ പാട്, പിന്നെ ഒരു ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കിൽ നാളെ വരുമ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് കാണണം. ഇതിപ്പോ നമ്മൾ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ നമുക്കത് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ നമുക്കൊരു ഫോളോ അപ്പ് കിട്ടിക്കോളും. ഓരോ ദിവസം കറക്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ അത്രയും ഏരിയാസ് ടോപ്പിക് നമുക്ക് കവർ ചെയ്ത് പോകും. മറ്റേതാകുമ്പോൾ നമ്മൾ കൂട്ടിയിടുമ്പോൾ പിന്നെ ഒരുമിച്ച് നമുക്ക് അന്നേരം ബോറടിക്കും, ഒരുമിച്ച് ക്ലാസ്സുകൾ കാണുന്നില്ല. പിന്നെ തീരെ പറ്റുന്ന നമുക്ക് എന്തായാലും ഇവിടുന്ന് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, അത് തന്നെ കാണുക. മാക്സിമം ലൈവിൽ കയറാൻ പറ്റുന്നവര് ലൈവിൽ കയറുക. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നെക്സ്റ്റ് മിസ് ജോയിൻ ചെയ്യൂ കേട്ടോ, ആരും പോവല്ലേ. വെള്ളമൊക്കെ വേണ്ടി. ഓക്കെ, താങ്ക് യു.
താങ്ക് യു മാം. Thank you.